ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ലാൽ പാത്ത് ലാബ്സ് ലിമിറ്റഡിനെക്കുറിച്ചാണ്. ലാൽ പാത്ത് ലാബ്സ് ലിമിറ്റഡ് ഡയഗ്നോസ്റ്റിക് സേവനങ്ങളിലെ ഇന്ത്യയിലെ മുൻനിര ഉപഭോക്തൃ ഹെൽത്ത് കെയർ ബ്രാൻഡുകളിലൊന്നാണ്. ഇതിന് രാജ്യവ്യാപകമായി ഒരു സംയോജിത ശൃംഖലയുണ്ട്. ഇവിടെ രോഗികൾക്കും ആരോഗ്യ പരിരക്ഷാ ദാതാക്കൾക്കും രോഗനിർണയവും അനുബന്ധ ഹെൽത്ത് കെയർ ടെസ്റ്റുകളും സേവനങ്ങളും വാഗ്ദാനം ചെയ്യുന്നു. കോർ ടെസ്റ്റിംഗ്, രോഗിയുടെ രോഗനിർണയം, രോഗവും മറ്റ് ആരോഗ്യ അവസ്ഥകളും തടയൽ, നിരീക്ഷണം, ചികിത്സ എന്നിവ. DLPLന്റെ സേവനങ്ങൾ വ്യക്തിഗത രോഗികൾ, ആശുപത്രികൾ, മറ്റ് ആരോഗ്യ പരിരക്ഷാ ദാതാക്കൾ, കോർപ്പറേറ്റുകൾ എന്നിവയെ ലക്ഷ്യം വച്ചുള്ളതാണ്. ലാബ് നെറ്റ്വർക്ക്. The company operates a network of 298 labs, including 40 NABL accredited labs and 2 CAP accredited labs. 6607 patient service centers and 12365 pickup units. ഭൂമിശാസ്ത്രപരമായ കാൽപ്പാട്. കമ്പനിക്ക് 27 സംസ്ഥാനങ്ങളിലും 5 കേന്ദ്രഭരണ പ്രദേശങ്ങളിലും സാന്നിധ്യമുണ്ട്. കൂടാതെ വൈറ്റ് സ്പേസ് അവസരങ്ങൾ തുറന്ന് ടയർ 3, ടയർ IV പട്ടണങ്ങളിലേക്ക് ഇത് വികസിക്കുന്നു. ആഗോള പ്രവർത്തനങ്ങൾ. ബംഗ്ലാദേശിലും നേപ്പാളിലും കമ്പനി പ്രവർത്തിക്കുന്നു. It receives samples from international locations like Kenya, Bhutan, Sri Lanka, Malaysia, Maldives, UAE, Saudi Arabia, Bahrain, Qatar, Kuwait, Ethiopia, Myanmar, Malawi, Ghana, Mauritius, Cameroon, Zimbabwe, Cambodia, and Oman for testing in India. വിപുലീകരണം. FY25-ൽ കമ്പനി രാജ്യത്തുടനീളം 18 പുതിയ ലബോറട്ടറികളും 850 പുതിയ രോഗി സേവന കേന്ദ്രങ്ങളും ചേർത്തു. വർദ്ധിച്ചുവരുന്ന ആരോഗ്യ സംരക്ഷണ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി ഏകദേശം 80 പുതിയ ടെസ്റ്റുകളും ഇത് ആരംഭിച്ചു. എന്തുകൊണ്ടാണ് ഞാൻ ഈ സ്റ്റോക്ക് പഠനത്തിനായി തിരഞ്ഞെടുക്കുന്നത് എന്നത് ചുവടെ പരാമർശിക്കുന്നു. Pay is 46.26. APS 12 months 31.92. Sales quarter is 730.6. Quarter sales variation percentage is 10.66. Net profit quarter is 152.2. Quarter profit variation is 16.41. Pledged percentage is 0. Unpledged promoter hold percentage is 53.21. Change in promoter hold percentage is -0.58. Debt equity ratio is 0.07. Current ratio is 3.51. ROE is 24.3. Piotrski score is 8. Market capital is 24,715.1. 52 weeks high is 1771.3. 52 ആഴ്ചയിലെ ഏറ്റവും ഉയർന്ന നിരക്കിൽ നിന്ന് 16.72% താഴെയാണ് ഓഹരി വ്യാപാരം നടക്കുന്നത്. ഈ സ്റ്റോക്കുകൾ 2026 ജനുവരി 1 മുതൽ പഠനത്തിനായി എടുത്തതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെങ്കിൽ ദയവായി ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക.